CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഹോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. കേരളത്തിൽ അടുത്ത 5 ദിവസം ഇടിമിന്നലോടെ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ മെയ് 20 മുതൽ 22 വരെയുള്ള തീയതികളിൽ അതിതീവ്രമായ മഴയ്ക്ക് സാധ്യത. മഴയെ തുടർന്ന് റോഡിലേക്ക് മറിഞ്ഞു വീണ മുളങ്കാട് ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ മുറിച്ചുമാറ്റി. കേച്ചേരി വടക്കാഞ്ചേരി റോഡിൽ പെരുവൻമലയിലേക്കുള്ള റോഡിന് സമീപത്തായി നിന്നിരുന്ന മുളങ്കാടാണ് മഴ കനത്തതോടെ റോഡിലേക്ക് ചായുകയും തുടർന്ന് മറിഞ്ഞു വീഴുകയും ചെയ്തത്. കനത്ത മഴയിൽ വരവൂരിൽ ഹൈടെക് നിലവാരത്തിൽ നിർമ്മിച്ച പുതിയ റോഡിൽ വൻതോതിൽ വെള്ളക്കെട്ട് അനുഭവപ്പെട്ടു. ഉപ്പുങ്ങൽ കടവിൽ വിനോദവിശ്രമ കേന്ദ്രം വരുന്നു. 1 കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന പദ്ധതിയുടെ DPR ടൂറിസം വകുപ്പിന് സമർപ്പിച്ചു. കൊരട്ടിക്കരയിൽ തെങ്ങ് കടപുഴകി റോഡിലേക്ക് വീണു. കൊരട്ടിക്കര ഒറ്റപ്പിലാവ് പാതയിൽ തിങ്കളാഴ്ച രാവിലെ 10:30 തെങ്ങ് റോഡിലേക്ക് വീണത്. എരുമപ്പെട്ടി നെല്ലുവായി ശ്രീധന്വന്തരി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനം ഭക്തിസാന്ദ്രമായി ആഘോഷിച്ചു. പഞ്ചായത്തിന്റെ ഭരണസ്തംഭനത്തിനെതിരെ എന്ന മുദ്രാവാക്യമുയർത്തി കടവല്ലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 10 ദിവസം നീണ്ടുനിൽക്കുന്ന ജനകീയ പ്രക്ഷോഭം ആരംഭിച്ചു. ചാവക്കാട് പാലയൂർ സെന്റ് തോമസ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥകേന്ദ്രത്തിലെ ദുക്റാന തർപ്പണ തിരുനാൾ ആഘോഷങ്ങൾക്കായി ഒരുക്കങ്ങൾ ആരംഭിച്ചു. പുണ്യശ്ലോകനായ കോട്ടപ്പടി ചുങ്കത്ത് പാറേക്കാട്ട് വറദച്ചന്റെ 110ാം ശ്രാദ്ധത്തിനോടനുബന്ധിച്ച് പബ്ലിസിറ്റി കമ്മിറ്റി ഒരുക്കിയ നോട്ടീസിന്റെ പ്രകാശനം നടന്നു. കുന്നംകുളത്ത് വ്യാജ ഡോക്ടർ പിടിയിൽ. ആസാം സ്വദേശിയും വർഷങ്ങളായി കേരളത്തിൽ താമസിച്ചു വരുന്നതുമായ പ്രകാശ് മണ്ഡലാണ് പിടിയിലായത്. കോക്കൂർ കണ്ടംകുളം പാതയോരത്ത് ശുചിമുറി മാലിന്യം തള്ളുന്നത് പതിവാകുന്നു. മാലിന്യം തള്ളുന്നവരെ പിടികൂടി മാതൃകാപരമായ നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യവുമായി നാട്ടുകാർ രംഗത്ത്. കിടങ്ങൂരിൽ അകാലത്തിൽ പൊലിഞ്ഞ ചാച്ചുവിന്റെ ഓർമ്മയ്ക്കായി സുഹൃത്തുക്കൾ ചാച്ചു മെമ്മോറിയൽ 5 ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. സമസ്ത കേരള മദ്രസ മാനേജ്മെന്റ് അസോസിയേഷൻ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ PT കുഞ്ഞിമുഹമ്മദ് മുസ്ലിയാർ അനുസ്മരണം സംഘടിപ്പിച്ചു. പഴഞ്ഞി യുവധാരയുടെ 4ാമത് ഫ്ലഡ് ലൈറ്റ് ഫുട്ബോൾ മേളയ്ക്ക് പഴഞ്ഞി സ്കൂൾ ഗ്രൗണ്ടിൽ തുടക്കമായി. തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ മഴക്കാലപൂർവ്വ ശുചീകരണം സജീവമായി. കായികാധ്യാപകനായിരുന്ന മനോജൻ മാസ്റ്ററുടെ നിര്യാണത്തിൽ അനുശോചിച്ച് എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അനുസ്മരണ യോഗം നടത്തി. കടവല്ലൂർ പാതാക്കര കാരുണ്യ മരണാനന്തര സഹായ സമിതിയുടെ നേതൃത്വത്തിൽ SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ CCTV ഹോട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക് പേജ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv.online.tv സന്ദർശിക്കുക. നമസ്കാരം.